ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാൻ പോവുകയാണ്. നമ്മുടെയെല്ലാം അടുക്കളയിൽ ഒരു പരിചിത പേരായ അജ്മി ഫുഡ്സ് എന്ന ബ്രാൻഡിന്റെ കഥ. ഒരു ചെറിയ സംരംഭത്തിൽ നിന്ന് തുടങ്ങി കേരളത്തിന്റെ അതിരുകൾ കടന്ന് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രിയപ്പെട്ട വിഭവങ്ങൾക്ക് രുചി പകർന്ന ഒരു വലിയ ബ്രാൻഡായി മാറിയ ഈ യാത്ര ഏതൊരാൾക്കും പ്രചോദനമാകുന്ന ഒരു കഥയാണ്. ഇത് വെറും ഒരു ബിസിനസ് കഥയല്ല, മറിച്ച് കഠിനാധ്വാനത്തിന്റെയും ആത്മാർത്ഥതയുടെയും ദീർഘവീക്ഷണത്തിന്റെയും കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളമായ ഒരു കഥയാണ്. ഈ കഥ കേട്ട് കഴിയുമ്പോൾ അജ്മി എന്ന പേര് കേവലം ഒരു പുട്ടുപൊടിയുടെ ബ്രാൻഡ് എന്നതിലുപരി സ്വപ്നങ്ങളെ പിന്തുടർന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിജയഗാഥയുടെ തുടക്കം കെ അബ്ദുൽ ഖാദർ എന്ന മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നാണ്. കോട്ടയത്തെ ഈരാറ്റുപേട്ട എന്ന പട്ടണത്തിൽ നിന്നാണ് അജ്മി എന്ന മഹാപ്രസ്ഥാനം ഉയർക്കൊണ്ടത്. 1994 വളരെ കുറഞ്ഞ മൂലധനത്തിൽ സ്വന്തം വീട്ടിൽ ഒരു ചെറിയ മില്ല് സ്ഥാപിച്ച് നാട്ടുകാർക്ക് അരിപ്പൊടിയും പുട്ടുപൊടിയും ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങിയ ഒരു സാധാരണക്കാരിൽ നിന്നായിരുന്നു ഈ ബ്രാൻഡിന്റെ തുടക്കം. ഇന്ന് നമ്മൾ കാണുന്ന കോടികളുടെ ടേൺ ഓവറുള്ള ഒരു വലിയ കമ്പനി ആയിരുന്നില്ല അന്നത്തെ അജ്മി. അയൽക്കാർക്ക് വിശ്വസ്തയോടെയും ഗുണമേന്മയോടെയും ഭക്ഷണവസ്തു എത്തിച്ചു നൽകുന്ന ഒരു ചെറിയ സംരംഭം മാത്രമായിരുന്നു അത്. ഈ വിശ്വാസവും ഗുണമേന്മയുമായിരുന്നു അജ്മി ഫുഡ്സിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ. ഈ ചെറിയ തുടക്കത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും വലിയ പിന്തുണ നൽകിയത് അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു. വീട്ടിൽ അരിപ്പൊടി ഉണ്ടാക്കി അയൽക്കാർക്ക് വിൽക്കുമ്പോൾ ആ ഗുണമേന്മയെക്കുറിച്ചും രുചിയെക്കുറിച്ചും അവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഒരു സംരംഭം തുടങ്ങുമ്പോൾ അത് എത്ര ചെറുതാണെങ്കിലും അതിന് പിന്നിൽ ഒരു കുടുംബത്തിന്റെ മുഴുവൻ പിന്തുണയും കഠിനാധ്വാനവും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അബ്ദുൽ ഖാദറിന്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും അജ്മിയുടെ വളർച്ചയ്ക്ക് പ്രചോദനമായിട്ടുണ്ട്. കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും നിരാശയുടെയും വഴികളിലൂടെ സഞ്ചരിച്ചാണ് അദ്ദേഹം ഈ നിലയിലെത്തിയത്. ഒരു കാലത്ത് സ്കൂളിൽ പോകാൻ പോലും കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിക്കേണ്ടി വന്ന ഒരു കുട്ടിയുടെ അതിജീവനത്തിന്റെ കഥ കൂടിയാണിത്. ഈ അനുഭവങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ കരുത്തനാക്കി. ഓരോ ചെറിയ പ്രതിസന്ധികളെയും വലിയ അവസരങ്ങളായി കാണാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ ആത്മവിശ്വാസമാണ് ഒരു സാധാരണ അരിപ്പൊടി മില്ലിനെ ഒരു ബ്രാൻഡാക്കി മാറ്റാൻ അദ്ദേഹത്തിന് പ്രേരണ നൽകിയത്. അദ്ദേഹത്തിന്റെ ചിന്താഗതി വളരെ ലളിതമായിരുന്നു. നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം ഏറ്റവും മികച്ചതാവണം, അതിന് ഗുണമേന്മയിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. ഈ ചിന്താഗതിയാണ് അജ്മിയെ പതിയെ പതിയെ മുന്നോട്ട് നയിച്ചത്. അബ്ദുൽ ഖാദർ തുടങ്ങിവെച്ച ഈ സംരംഭം ഇന്ന് ഒരു വലിയ വ്യവസായ സാമ്രാജ്യമായി മാറിയതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ 3 മക്കളായ റാഷിദ് കെ എ, മുഹമ്മദ് അഫ്സൽ കെ എ, ഫൈസൽ കെ എ എന്നിവരുടെ പങ്ക് വളരെ വലുതാണ്. പിതാവ് തുടങ്ങിവെച്ച സംരംഭം ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്താൻ ഈ 3 സഹോദരന്മാരും ഒരുമിച്ച് നിന്നു. അവർക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തിനാണ് മറ്റുള്ളവരുടെ ബ്രാൻഡിന് കീഴിൽ ജോലി ചെയ്യുന്നത്? നമുക്ക് സ്വന്തമായി ഒരു ബ്രാൻഡ് ഉണ്ടാക്കിക്കൂടെ? ഈ ചിന്തയിൽ നിന്നാണ് അജ്മി ഫുഡ്സ് എന്ന ബ്രാൻഡ് ഒരു ഫ്ലോർ മില്ലിൽ നിന്ന് ഒരു വൻകിട കമ്പനിയായി വളർന്നു തുടങ്ങിയത്. ഗുണമേന്മയിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ഉന്നതമായ നിലവാരം പുലർത്തിക്കൊണ്ട് അവർ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചു. പിതാവ് ഉണ്ടാക്കിയെടുത്ത വിശ്വാസത്തെ സംരക്ഷിക്കുകയും അതിനെ പുതിയ തലമുറയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിപുലീകരിക്കുകയും ചെയ്യുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അജ്മി ഫുഡ്സിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അവർ വിപണിയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നതാണ്. ഉദാഹരണത്തിന് പുട്ടുപൊടി എന്ന ഒരു സാധാരണ ഉൽപ്പന്നത്തിന് ആവിയിൽ നിർമ്മിച്ച പുട്ടുപൊടി എന്ന ഒരു സവിശേഷത നൽകി. ഇത് ഉപഭോക്താക്കൾക്കിടയിൽ ഒരു പുതിയ തരംഗം സൃഷ്ടിച്ചു. പുട്ടുപൊടി ചൂടുവെള്ളത്തിൽ കുഴയ്ക്കാതെ സാധാരണ വെള്ളത്തിൽ കുഴച്ച് ആവി കയറ്റി എടുക്കാമെന്നുള്ള എളുപ്പം വീട്ടമ്മമാർക്കിടയിൽ അജ്മിയെ പെട്ടെന്ന് പ്രിയങ്കരമാക്കി. ഇത് അജ്മിയുടെ പുട്ടുപൊടിയുടെ മാത്രം സവിശേഷതയായി മാറി. വിപണിയിൽ മത്സരം വർദ്ധിച്ചപ്പോൾ ഓരോ ഉൽപ്പന്നത്തിനും ഒരു പ്രത്യേകത നൽകാൻ അവർ ശ്രമിച്ചു. ഈ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അജ്മിയെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തി. പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ അവതരിപ്പിക്കുന്നതിലും നിലവിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട പാക്കേജിംഗ് നൽകുന്നതിലും അവർ ശ്രദ്ധിച്ചു. അജ്മിയുടെ ഉൽപ്പന്നങ്ങളുടെ പാക്കേജിംഗ് വളരെ ആകർഷകവും എളുപ്പത്തിൽ തിരിച്ചറിയാവുന്നതുമാണ്. അജ്മി ഫുഡ്സിന്റെ വളർച്ച ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടുള്ളതാണ്. ഒരു ചെറിയ ബിസിനസ് വലിയ ഒരു ബ്രാൻഡായി വളരുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളും കടമ്പകളും നേരിടേണ്ടി വരും. ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ നിലനിർത്തുക എന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. അതുപോലെ വലിയ കമ്പനികളോട് മത്സരിച്ച് വിപണിയിൽ ഒരു സ്ഥാനം കണ്ടെത്തുക എന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഈ സഹോദരന്മാർ പിന്മാറാൻ തയ്യാറായില്ല. അവർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അവരുടെ ഉൽപാദന യൂണിറ്റുകൾ നവീകരിച്ചു. മികച്ച യന്ത്രസാമഗ്രികൾ ഇറക്കുമതി ചെയ്തു. ഒരു ദിവസം 100 ടൺ വരെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ശേഷിയുള്ള ഒരു വലിയ ഉൽപാദന യൂണിറ്റായി അജ്മിയുടെ ഫ്ലോർ മിൽ വളർന്നു. സ്ത്രീ തൊഴിലാളികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം അവർ സൃഷ്ടിച്ചു. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കേരളത്തിലെ എല്ലാ കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാക്കാൻ അവർ ശ്രദ്ധിച്ചു. ഇത് ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ സഹായിച്ചു. ഒരു കമ്പനി എന്ന നിലയിൽ അജ്മി നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് 2021 അവർക്കെതിരെ ഉണ്ടായ വ്യാജ പ്രചാരണങ്ങളാണ്. ചില സമൂഹ മാധ്യമങ്ങളിലൂടെ അജ്മി ഫുഡ്സ് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതാണെന്നും മതപരമായ ചില പ്രക്ഷോഭങ്ങൾക്ക് അവർ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടെന്നുമുള്ള വ്യാജ ആരോപണങ്ങൾ ഉയർന്നു.
പാലാ ബിഷപ്പിന്റെ ഒരു വിവാദ പ്രസംഗവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ആരോപണങ്ങൾ. അജ്മി ഫുഡ്സിനെ പോലെ ഒരു വലിയ ബ്രാൻഡിനെതിരെ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ വന്നത് കമ്പനിക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. അവർ ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുകയും തങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് യാതൊരു പിന്തുണയും നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. കേരളം പോലുള്ള ഒരു മതേതര സംസ്ഥാനത്ത് ഇത്തരം പ്രചാരണങ്ങൾ ഒരു ബിസിനസിനെ എങ്ങനെ ബാധിക്കുമെന്നതിന്റെ ഒരു ഉദാഹരണമായിരുന്നു ഇത്. എന്നാൽ അജ്മി ഫുഡ്സിന്റെ വർഷങ്ങളായുള്ള വിശ്വസ്തതയും ഗുണമേന്മയും കാരണം ഈ പ്രതിസന്ധി ഘട്ടത്തെ അവർക്ക് അതിജീവിക്കാൻ സാധിച്ചു. തങ്ങളുടെ ഉപഭോക്താക്കളിലുള്ള വിശ്വാസവും അവർക്ക് തിരികെ ലഭിച്ചു. ഈ സംഭവം ഒരു ബിസിനസ് സ്ഥാപനം സാമൂഹിക മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിന്റെ ഒരു പാഠം കൂടിയാണ്. അജ്മി ഫുഡ്സിന്റെ വളർച്ച ഒരു ബ്രാൻഡ് കെട്ടിപ്പടുക്കുന്നതിൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ എത്രത്തോളം പ്രധാനമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കണം എന്നതിലും അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. പ്രശസ്ത ചലച്ചിത്ര താരമായ ഭാവനയെ അവരുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിച്ചത് അത്തരത്തിലൊരു തന്ത്രപരമായ നീക്കമായിരുന്നു. ഇത് അജ്മി എന്ന ബ്രാൻഡിന് കൂടുതൽ പ്രചാരം നേടിക്കൊടുക്കാൻ സഹായിച്ചു. UAE പോലുള്ള വിപണികളിലേക്ക് ഉൽപ്പന്നങ്ങൾ വ്യാപിപ്പിക്കുമ്പോൾ മലയാളികളുടെ ഇഷ്ടവിഭവങ്ങൾ അതേ ഗുണമേന്മയിൽ അവർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ പ്രവർത്തിച്ചത്. അജ്മിയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ വ്യാപകമായി ലഭ്യമാണ്. ഇഡ്ഡലിപ്പൊടി, പുട്ടുപൊടി, അരിപ്പൊടി തുടങ്ങിയ അടിസ്ഥാന ഉൽപ്പന്നങ്ങൾക്ക് പുറമെ വിവിധതരം മസാലപ്പൊടികളും അച്ചാറുകളും മറ്റു പലഹാരങ്ങളും അജ്മി വിപണിയിൽ എത്തിച്ചു. ഓരോ ഉൽപ്പന്നത്തിനും അതിൻ്റെതായ ഒരു ഇടം വിപണിയിൽ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചു. അജ്മി ഫുഡ്സിന്റെ വിജയം വെറും ഭാഗ്യം കൊണ്ടല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തിന്റെയും ബിസിനസ് തന്ത്രങ്ങളുടെയും ഫലമാണ്. തുടക്കം മുതൽ അവർ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മയിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. കൗതുകം ഉണർത്തുന്ന ഒരു വാർത്ത കൂടി അജ്മിയെ ബന്ധപ്പെടുത്തി കേട്ടിരുന്നു. കോട്ടയം ഈരാറ്റുപേട്ടയിൽ 50,000 സ്ക്വയർ ഫീറ്റിൽ അജ്മി ഫുഡ്സ് നിർമ്മിച്ച 3 കൊട്ടാരങ്ങളുടെ വാർത്തയായിരുന്നു. അജ്മി ഗ്രൂപ്പ് സ്ഥാപകനായ അബ്ദുൾ ഖാദറിന്റെയും 3 മക്കളുടെയും ബിസിനസ് വിജയത്തിന്റെ പ്രതീകമാണ് ഈ 3 വമ്പൻ വീടുകൾ. മൂത്ത മകൻ ഫൈസൽ, രണ്ടാമത്തെ മകൻ അഫ്സൽ, ഇളയ മകൻ റാഷിദ് എന്നിവരുടെ ആഗ്രഹപ്രകാരമാണ് ഒരു കോമ്പൗണ്ടിനുള്ളിൽ ഈ 3 വീടുകളും നിർമ്മിച്ചിരിക്കുന്നത്. പൊതുവെ മധ്യ കേരളത്തിൽ അധികം കണ്ടിട്ടില്ലാത്ത റോയൽ അറേബ്യൻ ഡിസൈനിലാണ് 15,000 സ്ക്വയർ ഫീറ്റ് വീതമുള്ള 3 വീടുകളും നിർമ്മിച്ചത്. അജ്മി ഫുഡ്സ് എന്ന ബ്രാൻഡ് ഒരു വിജയഗാഥയാണ്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് തുടങ്ങി കഠിനാധ്വാനത്തിലൂടെയും അർപ്പണബോധത്തിലൂടെയും ഉയർന്ന ഗുണമേന്മ നിലനിർത്തിയും അവർ ഈ നിലയിലെത്തി. അജ്മി ഇന്ന് 17ലധികം ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്ന ഈ വിജയഗാഥ നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ആർക്കും വിജയിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്നു. അജ്മി ഫുഡ്സ് എന്നത് ഒരു ബ്രാൻഡ് മാത്രമല്ല, മറിച്ച് ഒരു സ്വപ്നത്തിന്റെ പ്രതീകമാണ്. സാധാരണക്കാരന്റെ സ്വപ്നം, ഒരു കുടുംബത്തിന്റെ കഠിനാധ്വാനം, ഒരു നാടിന്റെ അഭിമാനം. ഇത് നമ്മുടെയെല്ലാം അടുക്കളകളിലെ ഒരു കൂട്ടുകാരനാണ്. ഒരു പാക്കറ്റ് അജ്മി പുട്ടുപൊടി വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങുന്നത് വെറും ഒരു ഉൽപ്പന്നമല്ല, മറിച്ച് ഒരുപാട് കഷ്ടപ്പാടുകളെയും വെല്ലുവിളികളെയും അതിജീവിച്ച ഒരു വിജയഗാഥയുടെ ഭാഗമാണ്. ഈ കഥ അജ്മി ഫുഡ്സിന്റെ യാത്രയെക്കുറിച്ച് നിങ്ങൾക്കൊരു പുതിയ കാഴ്ചപ്പാട് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.